നമസ്കാരം. പുതുപുത്തൻ വിശേഷങ്ങളും പുതുമേറുന്ന പരിപാടികളും നിറഞ്ഞ ചിന്മയാധ്വനി ഇതാ വീണ്ടും. വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ ചിന്മയാധ്വനിയോടൊപ്പം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഗൗതമി. എന്നോടൊപ്പം RJ നിവേദിത. ഹായ് കൂട്ടുകാരെ, ഇന്ന് ചിന്മയാധ്വനിയിൽ നമ്മുടെ ആചാര്യനായ സ്വാമി അഭ്യാനന്ദജി എന്ത് സന്ദേശമാണ് നൽകുവാൻ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം RJ നിവേദിത സ്വാമിജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ സ്വാമിജി. ഹരിയും ചിന്മയ ധ്വനിയിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹരിയും. നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിലെ KG വിഭാഗത്തിലെ കുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചിന്മയ ധ്വനി റേഡിയോ പരിപാടി വളരെ നല്ല ഒരു സംരംഭമാണ്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, ടീച്ചർമാർക്കും, രക്ഷിതാക്കൾക്കും, കേൾക്കുന്നവർക്കും ഒക്കെ ഹരിയോ. പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി എന്താ നമ്മളോട് പറഞ്ഞതെന്നറിയോ? ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു നമ്മളോട്, കീപ് സ്മൈലിംഗ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ മോട്ടോ ആണ് കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരിക്കുക എന്നർത്ഥം. പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരും ചിരിക്കുന്ന കാണാനാ ഭംഗി. നമ്മൾ കരയുന്നത് കാണാനോ, ദേഷ്യം പിടിക്കുന്നത് കാണാനോ, പിണങ്ങിയിരിക്കുന്നത് കാണാനോ ഒന്നും ഒരു ഭംഗിയില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ചിരിക്കണം. നല്ല കുട്ടികൾക്കേ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പം എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കണം, നന്നായി പഠിക്കണം, നന്നായി കളിക്കണം, നന്നായി ഉറങ്ങണം, നന്നായി ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല കുട്ടികളാണ്. അപ്പോൾ ഈ ചിന്മയ ധ്വനിയുടെ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരിയോ. സ്വാമിജി, അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക് വളരെ നന്ദി. ഇനി നമ്മുടെ പ്രിയങ്കരിയായ വൈസ് പ്രിൻസിപ്പൽ മാമിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാലോ? Hello, little ones. How are you doing? Are you well? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഓക്കെ. I listened Chinmaya Dhwani, your FM radio program last time. Oh, how wonderfully you did, my dear children. I like the way you presented it. എത്ര മനോഹരമായി നിങ്ങളത് അവതരിപ്പിച്ചു. Our Pujya Gurudev said, children are not vessels to be filled, but lamps to be lit. Really, you have amazing talents and skills. അതെ, നിങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തു കൊണ്ടുവരുവാനും സമൂഹത്തിൽ മാർഗദീപങ്ങളായി ശോഭിക്കുവാനും ചിന്മയ ധ്വനി നിങ്ങളെ പ്രാപ്തരാക്കും എന്നത് തീർച്ചയാണ്. May the blessings of Almighty God and Pujya Gurudev be always with you. Best wishes. Take care, children. Thank you.
ഇതാ എത്തുന്നു ജീവൻ. വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ ചിന്മയാധനിയുടെ ഒപ്പം. അക്കിടിക്കിടി പണങ്ങിത്താളി സിസ്റ്റം സിസ്റ്റമസ അത്തന കൊച്ചനെ കൊച്ചനെ എത്തി സിസ്റ്റമസ അത്തിരി തിരി പണങ്ങിത്താളി സിസ്റ്റം സിസ്റ്റമസ അച്ഛന കൊച്ചനെ എത്തി സിസ്റ്റമസ കുക്കുറു കുക്കു കൂറുക്കൻ കക്കിരി കക്കും കാറുമ്മൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൂതിച്ച് നക്കിലെ വെള്ളം കൂതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കുക്കുറു കുക്കു കൂറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൂതിച്ച് നക്കിലെ വെള്ളം കൂതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ദൂരെ നിന്ന് കളിപ്പറഞ്ഞ് ഒരു കുറും കക്കക്കുരുവിയും എന്തിരെന്നി കുട്ടിക്കുറുക്ക അരുതാത്ത കാര്യം നോക്കി കൊതിച്ചു. കുക്കുറു കുക്കു കുറുക്കൻ ഉത്തരമെല്ലാം പറഞ്ഞു മുന്തിരി പുളിക്കുമെന്ന്. മുന്തിരി കണ്ട് കുതിച്ച് മക്കളെ വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കണ്ട കഥ പറഞ്ഞൊരു കേൾക്കാതെ അതുവഴി പോയതു കുരങ്ങച്ചൻ. ചക്കര കുടത്തിൽ തല നീട്ടി കുടു കുടങ്ങി തല കറങ്ങി. കുറുക്കണ കുരങ്ങ് കുടുങ്ങിയ കഥയുണ്ട് പറഞ്ഞു മതി മറന്നു. ടക്കിടി ബുക്കിടി താറാവ് പുത്തിരി കുത്തിയെത്താം പച്ചമുളകുഴുതി നടക്കണം പേരും പൂങ്കാറ്റിൽ. കുക്കുറു കുക്കു കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൂതിച്ച് നക്കിലെ വെള്ളം കൂതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ. അതെ, നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിൻ്റെ സ്വന്തം ചിന്മയാധുനിയിൽ ഞാൻ ആർജി അവന്തിക. വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ ചിന്മയാധുനിയോടൊപ്പം. കൊറോണയുടെ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മളുടെ സ്കൂളിലെ ചേട്ടന്മാരും ചേച്ചിമാരും എന്തൊക്കെയോ കണ്ണുപൊട്ടകൾ നടത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അത് ശരിയാണോ? അതെ അതെ, ഞാനും കേട്ടിരുന്നു ധീരച്ചേട്ടനെ പറ്റി. ആ ചേട്ടൻ ലോക്ക്ഡൗൺ പീരീഡിന് എന്താ ചെയ്തെന്ന് അറിയാമോ? കീപ് ലിസണിംഗ് വിത്ത് ചിന്മയാധുനി. ഹരി ഓം, ഞാൻ ധീരജസ്. നരുവാമൂട് ചിന്മയ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. COVID-19 എന്ന മഹാമാരി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം നമ്മളെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ നടത്തിയ ഒരു പരിശ്രമത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കോൾ ചാറ്റ് മെസ്സഞ്ചർ എന്ന പേരിൽ ഞാനൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് 2G നെറ്റ്വർക്കിലും HD വീഡിയോ കോൾ നമുക്ക് ചെയ്യാൻ കഴിയും. ചാറ്റിംഗ് ഗ്രൂപ്പിൽ അൺലിമിറ്റഡായി മെമ്പേഴ്സിനെ ചേർക്കാനും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇമോജീസ്, ഗിഫ്, സ്റ്റിക്കേഴ്സ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ UI എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ്. എൻ്റെ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വന്ന സമയത്ത് അച്ഛൻ പ്രിൻസിപ്പൽ മാമിനെയും ക്ലാസ് ടീച്ചറിനെയും വിളിച്ചറിയിച്ചിരുന്നു. പ്രിൻസിപ്പൽ മാമിൻ്റെയും വൈസ് പ്രിൻസിപ്പൽ മാമിൻ്റെയും ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ ബാക്കി എല്ലാ ടീച്ചേഴ്സ്മാരും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ചും എൻ്റെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ എൻ്റെ സ്കൂളിൽ നിന്നും എനിക്ക് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ലഭിച്ചിരുന്നു. എൻ്റെ ഈ പരിശ്രമത്തിന് എന്നെ പിന്തുണച്ച എൻ്റെ പേരൻസിനും എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാമിനും എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹരി ഓം. കാത്തുപൂച്ചയുമായി കളിക്കാൻ കൂട്ടുകാരെ വിളിക്കുന്നേ അരുണിമേലെ ഒരു പാട്ട് കേട്ടാലോ? വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആക്കാണിഷ്ടം മച്ചിൻ മോളിക്കേറാം കിത്തൂനുമ്മ കൊടുക്കാം, അപ്പൂസ്
സൊത്തു കളിക്കാൻ തുള്ളിച്ചാടി നടക്കാം, നല്ലതു മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം, കുറുമ്പു കാട്ടാൻ നോക്കാം, കുസൃതി കാട്ടി സിക്കാം. ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ഞങ്ങൾക്കെല്ലാം ഇഷ്ടം, ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അവന്തിക, അരുണിമയുടെ പാട്ട് അസലായി. ഗൗതമി, കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നമ്മുടെ കൊച്ചു കുട്ടിക്കാരി വേദിക കാക്കയുടെയും പൂച്ചയുടെയും കഥ പറയുന്ന കേട്ടാലോ? വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ ചിന്മയാധോനിയോടൊപ്പം. കാക്കയുടെ പങ്കച്ച എനിക്ക് അവിടെ കാക്ക, എനിക്ക് ശാന്തില്ല, എനിക്ക് ശാന്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയോ. ഒരു ദിവസം നല്ല ഭംഗിയുള്ള പിലുവത്തെ ആട്ടോന്യമൈകൾ കണ്ടു. അപ്പൊ കാക്കൊരു മാണോണ്ട് എനിക്ക് ഇങ്ങനെ പണിക്കിട്ടെങ്കിൽ എന്റെ ശതമാനെങ്കിലോ കേൾക്കാൻ കൊള്ളില്ല, എന്റെ നിറമാണെങ്കിലോ കാണാൻ കൊള്ളില്ല. കാക്കയ്ക്ക് പോലെ അവൻ കൊടുത്തോനെ. കൊച്ചിക്കേന്ന് മഴയെല്ലാം പോയപ്പോ അവക്ക് മഴ പെയ്ത വീണൊക്കെ കഴിഞ്ഞു. അതെല്ലാം കൊട്ടയെടുത്ത് പിടിപ്പിച്ചു വെച്ചു. ഇപ്പോൾ വെക്കുമ്പോ കാക്കേന്റെ പേരുണ്ടോ എന്റെ ശരീരരോഗി കൊള്ളാം, എനിക്ക് നല്ല ആളുകൾ കാണിക്കണ്ടേ. എനിക്ക് മൊട്ട പശയത്ത് പോയി. പക്ഷെ പശ കണ്ടപ്പോൾ മൊട്ട കാക്കുകയാണ്. അവത്തെന്ന് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ മഴയായ വിളി കണ്ടില്ലേ, നിങ്ങൾക്കാൾ എന്ത് സുന്ദരമാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കണോ, കാക്ക തന്നെയാണായിട്ട് അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കാക്കയാണെങ്കിലോ പൊങ്ങിച്ച് പറയാൻ തന്നെ താണ് സുന്ദരിയാണ് കാര്യം. കാക്ക എല്ലാം കാണിച്ചെന്ന് കാക്കക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് അവിടെ സത്തായ കാഴ്ച വെച്ചുകൊണ്ട് എല്ലാവരും ചെന്നത് തൊട്ടിക്കൊണ്ടുണ്ട്. നോക്കുമ്പോ കണ്ട് കാക്കേന്റെ പിള്ളേരെ വച്ച് എല്ലാം കാട്ടിന് പടന്നു പോയി. ഇപ്പൊ കാക്ക പഴയ കാക്ക തന്നെ കാട്ടുപോയി. കാക്ക നോക്കുമ്പോ വലിയ ഒന്നുമില്ല. മറ്റു കാക്ക എല്ലാം തെണ്ടിലൊക്കെ മത്സരിച്ചിരിക്കുന്നു. കാക്ക നാളെ നോക്കി പടന്നു പോയി. അടുത്തന്നെ പൊങ്ങച്ച പറയാൻ തുടങ്ങി. വേണ്ട, അടുത്തന്നെ ശക്തമായിരുന്നു. വേണ്ട, നമ്മൾ ആവശ്യിക്കുക. നല്ല കഥയായിരുന്നു അല്ലേ? ഇനി ആദിത്യ ബാലകൃഷ്ണനും കൂട്ടുകാരനായ ജീനിയും എലിഫന്റിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേട്ടാലോ? Hello friends, this is Aditya D. Balakrishna. Today I would like to introduce my friend Jeannie the parrot to you. Jeannie, say hello to everybody. Hello everyone. Jeannie, let's start the program with a riddle. What you say? Oh yes, Adi, let's start. Jeannie, can you tell me what is as big as an elephant but weighs nothing at all? It's as big as an elephant. I know, it's a mammoth. Oh no, Jeannie, you silly bird. I said it weighs nothing. Oh yes, I forgot. It's quite confusing. Can you give me a clue, please? Okay, it's the same size and shape of an elephant at midday but can be seen at night. Huh? It can be seen at night, but can be seen at midday.
Yes, yes, I got it. It's the shadow of an elephant. Oh, yes, Genie, you are right. It's the shadow of an elephant. Friends, we all know about elephants. It's the largest land mammal. But do you know it can listen with its feet as well as with its ears? His skin is super sensitive. It can even feel a tiny fly sitting on it. Friends, elephants are incredibly smart. They have larger brain than any other land mammal. That is why they are famous for their amazing memory. That's awesome, Arvin. You know, they're herbivores. They eat plants, they don't eat meat. They eat leaves, roots, and bamboos. Friends, that's all for now. Take care, stay home, stay safe. Bye bye. ജ്ഞാനവും വിനോദവും പകരുന്ന ചിന്മയാധ്വനിയിൽ അനുശ്രീയും അമ്മയും കൊറോണയെ എങ്ങനെ തടയാം എന്ന് പറയുന്നത് കേൾക്കാമോ? ഹരി ഓം. എൻ്റെ പേര് അനുശ്രീ. ഞാനും അമ്മയും ഇന്ന് പറയാൻ പോകുന്നത് കൊറോണയെ പറ്റിയാണ്. കൊറോണ എങ്ങനെ തടയാം? നമ്മൾ പുറത്ത് പോകുമ്പോൾ മാസ്കും സാനിറ്റൈസറും കൊണ്ടുപോകുക. 20 മിനിറ്റ് ഇടവിട്ട് സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കൈ കഴുകുക. ഹെൽത്തി ഫുഡ് കഴിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടിഷ്യൂ അല്ലെങ്കിൽ തൂവാല ഉപയോഗിക്കുക. 6 മീറ്റർ സാമൂഹിക അകലം പാലിക്കുക. ധാരാളം ചൂടുവെള്ളം കുടിക്കുക. ഇഞ്ചിനീരും നാരങ്ങാനീരും പുതിന, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉത്തമം. ഹസ്തദാനം ഒഴിവാക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ഹരി ഓം. ഗീതാ ജയന്തി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിലെ 16 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലുകയുണ്ടായി. അതിന് സെൻട്രൽ ചിന്മയ മിഷൻ ട്രസ്റ്റ് നമ്മുടെ സ്കൂളിനെ പ്രത്യേകം അനുമോദിച്ചു കേട്ടോ. അതുപോലെ ജില്ലാതല ഗീതാ ചൊല്ലൽ മത്സരത്തിലും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. ഞാൻ അറിഞ്ഞോ ഗോതമി, ഡിസംബർ 25-ന് ഗീതാ ജയന്തിയും തപോവൻ ജയന്തിയും ആഘോഷിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന മനോഹര ഗാനവുമായി ചിന്മയാധ്വനിയെ അടുത്തതായി എത്തുന്നു ധനി രഞ്ജിത്ത്. വരൂ, കേൾക്കൂ, ആസ്വദിക്കൂ. ചിന്മയാധ്വനിയോടൊപ്പം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നു പറന്നൊരു പൈങ്കിളി മലത്തെങ്കിളി പൈങ്കിളി മലത്തെങ്കിളി മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമലേ നീ വരും നടുമെന്നിരുന്നു ഞാൻ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നെ നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ എന്നെ നിന്നു പറന്നൊരു പൈങ്കിളി മലത്തെങ്കിളി പൈങ്കിളി മലത്തെങ്കിളി.
കേട്ടിട്ടുണ്ടോ? കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കറിവേപ്പില കളയില്ല. നാട്ടുറിവിലൂടെ ഇതായെത്തുന്നു അനുജ. ഹരി ഓം കൂട്ടുകാരെ, എൻ്റെ പേര് അനുജ. ഞാനിന്ന് നിങ്ങളോട് കരിവേപ്പിലയെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കരിവേപ്പില ഇഷ്ടമാണോ? നിങ്ങൾ കറിവേപ്പില കഴിക്കാറുണ്ടോ? ഇല്ല അല്ലേ? നമ്മളത് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ മാറ്റി വയ്ക്കും. ആഹാര സാധനത്തിൽ രുചിയും മണവും കിട്ടാനാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. നമ്മളറിയാതെ കറിവേപ്പിലയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതിൽ കുറച്ചെണ്ണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കറിവേപ്പിലേക്ക് ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. നമ്മളെ തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾക്ക് കരിവേപ്പില വളരെ നല്ലതാണ്. കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കും. കറിവേപ്പില നമ്മൾ വായിലിട്ട് ചവച്ചാൽ വായിനാറ്റം മാറി കിട്ടും. നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഷുഗർ അസുഖത്തിന് കരിവേപ്പില അരച്ചുരുട്ടി കഴിക്കുന്നത് നല്ലതാണ്. താങ്ക് യു കൂട്ടുകാരെ. ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അനുജ, എന്ത് നല്ല അറിവാണ് തന്നതല്ലേ. കൂട്ടുകാരെ, സമയം പോയത് അറിഞ്ഞതേയില്ല. ഇനി ഇന്നത്തെ ചിന്യാധനി അവസാനിപ്പിക്കാറായി. പുതുമയാർന്ന ഒട്ടനവധി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ ദിസ് ഈസ് ആർജെ നിവേദിത സൈനിങ് ഓഫ് അവന്തിക. അറിവും ആനന്ദവും ഒത്തുചേർത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനെ മനോഹരമാക്കാൻ ഞങ്ങൾ വീണ്ടും എത്തും. ചിന്മയ ധുനിയിൽ. This is RJ Gurmi signing off.